Good morning to all. ഇന്ന് നമ്മൾ ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റിലെ 4th മോഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക് ആണ് നോക്കാൻ പോകുന്നത്. വൈബ്രേറ്റിംഗ് റീഡ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ. അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ പ്രസന്റേഷനിലേക്ക് പോകാം. നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന പോലെ ടു ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് റീഡ് ടൈപ്പ് ആൻഡ് ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് ഒരു ഫ്രീക്വൻസി മീറ്റർ ആണ് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസി മീറ്റർ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മീറ്റർ ഇതിനകത്ത് കാണിച്ചു തരുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ കാണുന്ന വൈറ്റ് സ്ട്രിപ്പുകൾ ഇവിടെ കാണുന്നുണ്ട് അല്ലെ, വൈറ്റ് ചെറിയ ചെറിയ കഷ്ണങ്ങൾ, സ്ക്വയർ പീസുകൾ കാണുന്നുണ്ട്. ഇതാണ് ആക്ച്വലി ഫ്ലാഗ് എന്ന് പറയുന്നത്. ഇത് സ്ട്രിപ്പിന്റെ അല്ലെങ്കിൽ റീഡിന്റെ ഒരു പോർഷൻ ആണ്. ഇത് പുറകിലോട്ടുണ്ട്, ആക്ച്വലി ഒരു സ്ട്രിപ്പാണ്, മെറ്റൽ സ്ട്രിപ്പാണ് ഇത്. അത് പുറകിലേക്ക് അതിന്റെ ഭാഗങ്ങളുണ്ട്. നമ്മൾ കൂടുതലായിട്ട് കൺസ്ട്രക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിനെയാണ് നമ്മൾ റീഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പോർഷനെ നമ്മൾ ഫ്ലാഗ് എന്നാണ് പറയുന്നത്. ഈ വൈറ്റ് കളർ സ്ക്വയർ ഷേപ്പിലുള്ള ഈ പോർഷനെ നമ്മൾ ഫ്ലാഗ്സുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ ഫ്ലാഗുകളാണ്, ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ റീഡിന്റെ ഒരു പാർട്ടാണ്, ബെൻഡ് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ ആണ് ഫ്ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീഡുകളാണ് ആക്ച്വലി വൈബ്രേറ്റ് ചെയ്യുന്നത്, ഫ്രീക്വൻസിക്ക് അനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യുന്നത് ഈ റീഡുകളാണ്. ഓക്കെ, അപ്പൊ ഏത് റീഡാണ് മാക്സിമം വൈബ്രേറ്റ് ചെയ്യുന്നത് അതിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള റീഡിങ്ങുകൾ നമ്മൾ ഈ ഡയലിൽ നിന്നാണ് മാർക്ക് ചെയ്ത് എടുക്കുന്നത്, നോട്ട് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 45 to 55 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ലൈൻസുകളെല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഡയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീക്വൻസി ആണ് മെഷർ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇതിന്റെ യൂണിറ്റ് ഹെഡ്സ് ആണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇത് ഒരു പെർപെൻഡിക്കുലർ സിമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഇൻസ്റ്റാളേഷനിൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫിറ്റിംഗ് ആണ് ഈ മീറ്ററിന് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ വെർട്ടിക്കലി ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു മീറ്റർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ മൊത്തം സെറ്റപ്പിനെ നമ്മളൊരു എൻക്ലോഷർ അല്ലെങ്കിൽ ഒരു കേസിനകത്താണ് ഇതിന്റെ എല്ലാ സെറ്റപ്പുകളും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ, അതേപോലെ തന്നെ ഡസ്റ്റ് എന്ന പ്രൊട്ടക്ഷൻ, അതേപോലെ അതർ ഔട്ട്സൈഡ് എൻവയോൺമെന്റിനായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രൊട്ടക്റ്റീവ് കേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പുറകിലായിട്ടാണ് ഈ മീറ്ററിന് ടെർമിനൽസ് ഉള്ളത്. അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഇതിന് പുറകിൽ ആക്ച്വലി 3 ടെർമിനൽസ് ആണ് ഉള്ളത്. കോമൺ, 230 ആൻഡ് 400 എന്ന് പറഞ്ഞ 3 ടെർമിനൽസ് ആണ് ഇതിനകത്ത് പുറകിലുള്ളത്. അത് സിംഗിൾ ഫേസ് ആണെങ്കിൽ കോമൺ 230 നമുക്ക് കണക്ട് ചെയ്യാം. 440 ആണെങ്കിൽ 3 ഫേസ് ആണെങ്കിൽ 02 അല്ലെങ്കിൽ കോമൺ ആൻഡ് 440 അതിൽ രണ്ടിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് റീഡിങ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗ്ലാസ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫിസിക്കലി ഒരു ഫ്രീക്വൻസി മീറ്റർ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഫിസിക്കലി ഇങ്ങനെയാണ് നമുക്ക് ഒരു ഫ്രീക്വൻസി മീറ്റർ കാണാം. ആക്ച്വലി ഹെഡ്സ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഫ്രീക്വൻസി മീറ്റർ ആണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ഇന്നത്തെ ഡിസ്കഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത് ഫ്രീക്വൻസി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റിംഗ് സപ്ലൈയിലാണ് നമുക്ക് ഫ്രീക്വൻസി അവൈലബിൾ ആയിട്ടുള്ളത്. DC സപ്ലൈയിൽ ഫ്രീക്വൻസി എന്താണ്? 0 ആണ്. ഓക്കെ, ചേഞ്ചസ് ഇല്ല. അതേസമയം AC സപ്ലൈയിൽ നമുക്ക് ചേഞ്ചസ് ഉണ്ട്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഒക്കെ ഉണ്ട്. അപ്പോൾ AC സപ്ലൈയിലെ അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു ആൾട്ടർനേറ്റിംഗ് വേവിലാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതിൽ ആ ടൈപ്പ് സപ്ലൈകളാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. അതിന്റെ ഫ്രീക്വൻസീസ് ആണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഏത് സപ്ലൈയുടെ ഫ്രീക്വൻസി ആണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത് ആ സപ്ലൈക്ക് പാരലൽ ആയിട്ടാണ് ഈ മീറ്റർ കണക്ട് ചെയ്യേണ്ടത്. പാരലൽ കണക്ഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനായിട്ടുള്ളത്, ഇത് വൈബ്രേറ്റിംഗ് റീഡ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ എന്ന് പറയും. അതുപോലെ തന്നെ അതിന്റെ മറ്റൊരു പേരാണ് മെക്കാനിക്കൽ റെസൊണൻസ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ. ഓക്കെ, മെക്കാനിക്കൽ റെസൊണൻസ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ എന്ന് കൂടെ ഇതിനെ പറയും. പിന്നെ ഇതിനകത്ത് നമ്മൾ പിന്നെ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതിന്റെ കൺസ്ട്രക്ഷൻ, അതേപോലെ തന്നെ വർക്കിംഗ്, അതുപോലെ ഒരു ടെക്നിക്കിനെ കുറിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പോളറൈസേഷൻ. ഓക്കെ, പോളറൈസേഷൻ. ഈ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് ആദ്യമായിട്ട് നമുക്ക് കൺസ്ട്രക്ഷനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ കൺസ്ട്രക്ഷണൽ ഫിഗർ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. കൺസ്ട്രക്ഷണൽ ഫിഗർ
അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് റീഡ് ആണ്. റീഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റീൽ സ്ട്രിപ്സ് ആണ്. അത് നമ്മൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിന്റെ അടുത്ത് കണ്ടിട്ടാണ്, അലോങ് സൈഡ് ആയിട്ടാണ് നമ്മൾ റീഡ്സുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു എൻഡ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു എൻഡ് ഫ്രീ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ആ എൻഡ് നമ്മൾ ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ബെൻഡ് ചെയ്തിട്ടുള്ള ഈ പോർഷനാണ് നമ്മൾ ഫ്ലാഗ് എന്ന് പറയുന്നത്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്ലാഗ് എന്ന് പറയുന്നത് ഈ സ്ക്വയർ പോർഷൻ, നേരത്തെ നമ്മൾ മീറ്ററിൽ കണ്ട സ്ക്വയർ പോർഷനെയാണ് ഫ്ലാഗ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വൈറ്റ് കളർ വിസിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും കളർ ഉപയോഗിച്ച് പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെയിന്റിങ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ബെൻഡ് ചെയ്തിട്ടുള്ള പോർഷനാണ് നമ്മൾ ഫ്ലാഗ്സ് എന്ന് പറയുന്നത്. ഫ്ലാഗ്സ് ആണ് നമുക്ക് മീറ്ററിൽ പുറത്തേക്ക് ഡയലിൽ വിസിബിൾ ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മൊത്തത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, റീഡ്. അപ്പൊ ഒരു റീഡിന്റെ ഫിഗർ ആണ് ഇവിടെ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇതാണ് റീഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ളത് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിന് വേണ്ടിയിട്ട് ഇലക്ട്രോ മാഗ്നറ്റ് സാധാരണ നമ്മൾ എങ്ങനെ ചെയ്യാറ്, ഒരു സോളിനോയിഡ് ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രോ മാഗ്നറ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെ, ഒരു കോയിൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ കോയിൽ ചുറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു മാഗ്നറ്റിക് കോറും നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വൈൻഡിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ കോറുമ്പിലാണ് നമ്മൾ ചുറ്റിയിരിക്കുന്നത്. ഈ ചുറ്റിയിരിക്കുന്നത് വൈൻഡിങ് ആണ്. അപ്പൊ വൈൻഡിങ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഇൻഡിക്കേറ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയാം കോറ്. കോറുമ്പിലാണ് നമ്മൾ എന്ത് ചുറ്റിയിരിക്കുന്നത്, ഈ കോയിൽ ചുറ്റിയിരിക്കുന്നത്. AC സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തുണ്ടാവും, അവിടെ എഡ്ഡി കറന്റ് എഫക്റ്റും അതിന്റെ ലോസസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ലാമിനേറ്റഡ് കോഴ്സ് ആണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ലാമിനേറ്റഡ് കോറുകളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ലാമിനേറ്റഡ് മാഗ്നറ്റിക് കോറിന്റെ ഉപയോഗം എന്താണെന്നുള്ളത് മനസ്സിലായി. അതേപോലെ ഇലക്ട്രോ മാഗ്നറ്റ് എന്തായിട്ടാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, സോളിനോയിഡ് കോയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് മനസ്സിലായി. വൈബ്രേറ്റിംഗ് റീഡ്സ്, ഓക്കെ, അതിന്റെ കൺസ്ട്രക്ഷൻ എന്താണെന്ന് മനസ്സിലായി. അതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാച്ചുറൽ ഫ്രീക്വൻസി, ഈ റീഡ്സുകളുടെ മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നിനൊന്ന് ഡിഫറെന്റ് ആണ്. തൊട്ടടുത്തിരിക്കുന്നതിന്റെ സെയിം ആയിരിക്കില്ല ഇപ്പുറത്തെ. അത് ഡിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മെക്കാനിക്കൽ ഡയമെൻഷൻസ് നമ്മൾ ഇതിന്റെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓരോന്നിന്റെയും ഓരോ റീഡുകളുടെയും മെക്കാനിക്കൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വിഡ്ത്ത്, അതിന്റെ വെയിറ്റ്, ഇതൊക്കെ നമ്മൾ തിക്നെസ്, ഇതെല്ലാം ഡിഫർ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ റീഡുകളും ഒന്നിനോടൊന്ന് വ്യത്യാസം വരുന്ന രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ വിഡ്ത്ത്, വെയിറ്റ് ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. വെയിറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലാഗിന്റെ അടിയിലായിട്ട് നമ്മൾ വെയിറ്റ്സ് നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോന്നിനും ഡിഫറെന്റ് വെയിറ്റുകൾ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ അതിന്റെ മെക്കാനിക്കൽ ഡയമെൻഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ റീഡുകളുടെയും നാച്ചുറൽ ഫ്രീക്വൻസി വ്യത്യസ്ത രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ 45 ആണെങ്കിൽ ഇതിന്റെ 46 ആയിരിക്കും നാച്ചുറൽ ഫ്രീക്വൻസി, ഇതിന്റെ 47 ആയിരിക്കും, 48 ആയിരിക്കും. അങ്ങനെ ഡിഫറെന്റ് ചെയ്തിട്ടാണ് ഓരോ റീഡുകളുടെയും നാച്ചുറൽ ഫ്രീക്വൻസി ഡിഫറൻസ് വരുന്ന രീതിയിലാണ് തൊട്ടടുത്തായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വൈബ്രേറ്റിംഗ് റീഡുകൾ. ഇതിനകത്ത് ഡയൽ എന്ന് പറയുന്നത്, ഡയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടു 45 to 55 വരെ മാർക്ക് ചെയ്തിട്ടുള്ള ലൈൻസ് ആയിട്ടുള്ള ഒരു പോർഷൻ കണ്ടു. അതിനെയാണ് നമ്മൾ ഡയൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഒരു എൻക്ലോഷർ ആണ്. എൻക്ലോഷർ എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറിലുള്ള ഒരു കവറിങ്, ഒരു കേസ് നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതിനെയാണ് നമ്മൾ എൻക്ലോഷർ എന്ന് പറയുന്നത്. അപ്പൊ ഈ മൊത്തം സെറ്റപ്പ് നമ്മൾ ഈ എൻക്ലോഷറിനകത്താണ് വെക്കാം. ഓക്കെ, ഇതാണ് ആക്ച്വലി ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് അതിന്റെ വർക്കിങ്ങിലേക്ക് പോകുമ്പോൾ, വർക്കിംഗ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഫിഗർ ആണ് എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ വൈൻഡിങ്, ഇലക്ട്രോ മാഗ്നറ്റ്. ഓക്കെ, ഈ ഇലക്ട്രോ മാഗ്നറ്റ് മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് സപ്ലൈയുടെ ഫ്രീക്വൻസി ആണോ നമ്മൾ മെഷർ ചെയ്യുന്നത്, ആ സപ്ലൈ ആണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്. പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. AC സപ്ലൈ കൊടുക്കുമ്പോൾ ഒരു ആൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് ആണ് ഈ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ഇതിന്റെ ഇലക്ട്രോ മാഗ്നറ്റിന്റെ കോയിലിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഓവർ കറണ്ട് വന്ന് കോയിൽ ഫോൾട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ആൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ത്രൂ ഔട്ട്, ഈ സ്ട്രിപ്സ് വെച്ചിരിക്കുന്നതിന്റെ ത്രൂ ഔട്ട് നമുക്ക് ആൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ്സ് കിട്ടും. അപ്പോൾ ഓരോ ഹാഫ് സൈക്കിളിലും ഇത് അട്രാക്ട് ചെയ്യും. ഓക്കെ, ഓരോ ഹാഫ് സൈക്കിളിലും ഇത് അട്രാക്ട് ചെയ്യും. നെക്സ്റ്റ് ഹാഫ് സൈക്കിളിൽ അത് അട്രാക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത് വരും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു പോകും. ഓക്കെ, ഇതിലെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്ന റീഡ് ഏതായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും, ഏത് സ്ട്രിപ്പിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ആണോ സപ്ലൈ ഫ്രീക്വൻസിക്ക് ഡബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 50 ഹെർട്സ് കൊടുക്കുമ്പോൾ ഇതിൽ ഏത് സ്ട്രിപ്പിന്റെ ആണോ നാച്ചുറൽ ഫ്രീക്വൻസി 100 ഹെർട്സ് ആയിട്ടുള്ളത്
ആ റീഡാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്ന റീഡിന്റെ നേരെയുള്ള റീഡിംഗ് ആണ് നമ്മൾ എടുത്ത് എഴുതുന്നത്. അപ്പൊ ഇതിലൊരു ചെറിയ ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ഇവിടെ 50 കൊടുക്കുമ്പോൾ ഇവിടെ 100 വരുന്നു അല്ലെ? ഒരു ചെറിയ സംശയം നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, അപ്പൊ ക്ലാരിഫിക്കേഷൻ നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്ന ഹെഡിങ് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ AC സപ്ലൈ കൊടുക്കുമ്പോൾ ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ റീഡ്സ് അട്രാക്ട്സ് ഡ്യൂറിങ് എവറി ഹാഫ് സൈക്കിളിലും റീഡ്സുകൾ അട്രാക്ട് ചെയ്യുന്നു. The reed whose natural frequency is double of the supply frequency will vibrate with maximum amplitude. Okay, ഏത് റീഡിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ആണോ സപ്ലൈ ഫ്രീക്വൻസിക്ക് ഡബിൾ ആയിട്ടുള്ളത് വിച്ച് വിൽ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, ആ റീഡാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഈ വൈബ്രേറ്റ് ചെയ്യുന്ന റീഡ് ഏതാണോ അതിനെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഡയലിൽ നിന്ന് റീഡിങ് നോട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ആക്ച്വലി വർക്കിംഗ്. ഇത്രയാണ് അതിന്റെ വർക്കിംഗ് ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പോളറൈസേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ അതിന്റെ ഈ നേരത്തെ പറഞ്ഞ ഡിഫറൻസ് 50 കാണുമ്പോൾ 50 കൊടുക്കുമ്പോൾ 100 ഹെർട്സ് ഉള്ള റീഡാണ് നാച്ചുറൽ ഫ്രീക്വൻസി ഉള്ള റീഡാണ് മാക്സിമം വൈബ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഡിഫറൻസ് അല്ലെങ്കിൽ ആ ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. While polarizing, every electromagnets are additionally provided either a permanent magnet or electromagnet excited by DC, whose magnetic flux will be same as AC magnetic flux. Hence, the resultant flux would be 0 in every half cycle and double in other half cycle. എന്ന് പറഞ്ഞാൽ പോളറൈസേഷന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഇലക്ട്രോമാഗ്നറ്റിന്റെ ഒപ്പം ഒരു സെപ്പറേറ്റ് ഇലക്ട്രോമാഗ്നറ്റ് കൂടി പ്രൊവൈഡ് ചെയ്യണം. അതിന്റെ സപ്ലൈ DC സപ്ലൈ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പെർമനന്റ് മാഗ്നറ്റ് വെക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി സെയിം പൊളാരിറ്റി ഉള്ള മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കണം നമ്മൾ പോളറൈസേഷന് വേണ്ടിയിട്ട് വെക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ അസ്യൂം ചെയ്യാം AC സപ്ലൈയില് ഇപ്പോ അഡീഷണൽ വെച്ചിരിക്കുന്ന മാഗ്നറ്റിക് സപ്ലൈ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇലക്ട്രോമാഗ്നറ്റ് അല്ലെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ് എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് ഫ്ലക്സ് ആണ് തരുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, അസ്യൂം ചെയ്യാം പോസിറ്റീവ് ഫ്ലക്സ് ആണ് തരുന്നത് എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇനി AC-യുടെ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് പോസിറ്റീവ് ഫ്ലക്സും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നെഗറ്റീവ് ഫ്ലക്സും ആണ് നമുക്ക് കിട്ടുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ റെഫർ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ AC-യിൽ പ്രൊഡ്യൂസ് ചെയ്തത് നെഗറ്റീവ് ഫ്ലക്സ്, നമ്മുടെ അഡീഷണൽ വെച്ച മാഗ്നറ്റിൽ നിന്ന് കിട്ടുന്നത് പോസിറ്റീവ് ഫ്ലക്സ് ആണ്. അത് എപ്പോഴും പോസിറ്റീവ് ഫ്ലക്സ് ആണ് തരാം. അപ്പൊ ഈ പോസിറ്റീവും നെഗറ്റീവും കൂടി എന്തായി ക്യാൻസൽ ആയിപ്പോയി. രണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പൊ രണ്ടും ക്യാൻസൽ ആയിപ്പോയി. നെക്സ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ റെഫർ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിൽ നിന്ന് പോസിറ്റീവ് ഫ്ലക്സും നമ്മൾ വെച്ചിരിക്കുന്ന പോളറൈസേഷന് വേണ്ടി വെച്ചിരിക്കുന്ന അഡീഷണൽ മാഗ്നറ്റിൽ നിന്ന് പോസിറ്റീവ് ഫ്ലക്സും വരുന്നു. അപ്പൊ രണ്ട് പോസിറ്റീവ് ഫ്ലക്സും കൂടി ഡബിൾ ആയി. ഓക്കെ, അവിടെ അത് ഡബിളിംഗ് ആണ് നടക്കുന്നത്, ഇരട്ടിയായി മാറാണ് ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ സപ്ലൈ ഫ്രീക്വൻസി 50 ഹെർട്സ് കൊടുത്താലും അതിനെ ഡബിൾ ചെയ്തിട്ടാണ് എവിടേക്ക് കിട്ടുന്നത്? റീഡ്സിന്റെ അടുത്തേക്ക് കിട്ടുന്നത്. ഓക്കെ, 100 ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ 100ന്റെ 50 ഹെർട്സ് നാച്ചുറൽ ഫ്രീക്വൻസിയിലുള്ള റീഡ് തന്നെ വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് റീഡ്സുകൾ മാറ്റേണ്ട ആവശ്യമില്ല, സെയിം നാച്ചുറൽ ഫ്രീക്വൻസിയുള്ള റീഡ്സുകൾ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിലുള്ള ഡിഫറൻസ് നമുക്കൊന്നുകൂടെ ശ്രദ്ധിക്കാം. If the electromagnet is polarized, the reeds will indicate the supply frequency. Electromagnet polarized ആണെങ്കിൽ ഏത് the reed will indicate the supply frequency. Supply frequency എന്താണോ ആ സെയിം ഫ്രീക്വൻസി ആയിട്ടുള്ള റീഡുകൾ തന്നെ വൈബ്രേറ്റ് ചെയ്യും. സപ്ലൈ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണെങ്കിൽ 50 ഹെർട്സിന്റെ റീഡ് തന്നെ വൈബ്രേറ്റ് ചെയ്യും. അതർവൈസ് പോളറൈസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. If the electromagnet is not polarized, the reed will indicate half of the supply frequency. Okay, supply frequency എന്ത് കൊടുക്കണം? സപ്ലൈ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ് കൊടുത്തതെങ്കിൽ റീഡ് ഏതാണ് വൈബ്രേറ്റ് ചെയ്യാം? 100 ഹെർട്സിന്റെ റീഡാണ് വൈബ്രേറ്റ് ചെയ്യാം. ഓക്കെ, 100 ഹെർട്സിന്റെ റീഡാണ് വൈബ്രേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇത് റീഡ് ഏത് ഫ്രീക്വൻസിയുടെ റീഡാണോ വൈബ്രേറ്റ് ചെയ്യുന്നത് അതിന്റെ ഹാഫ് ആയിരിക്കും സപ്ലൈ ഫ്രീക്വൻസി. അപ്പൊ 50 ഹെർട്സ് കൊടുത്തു കഴിഞ്ഞാൽ 100 ഹെർട്സിന്റെ റീഡാണ് വൈബ്രേറ്റ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് എന്താണ് പ്രോബ്ലം വരിക? സോ ദ ഫ്രീക്വൻസി റേഞ്ച് ഓഫ് ദ ഗിവൺ സെറ്റ് ഓഫ് റീഡ്സ് മേ ബി ഡബിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളറൈസേഷൻ ചെയ്യാത്ത ഒരു മീറ്റർ ആണെങ്കിൽ എന്ത് വേണം? 50 ഹെർട്സിന്റെ ആണെങ്കിൽ നമ്മൾ റേഞ്ച് കണ്ട എന്താണ് 40